നെക്സ്റ്റ് നമ്മൾ പറയണത് അഡ്വാൻറ്റേജസ് ആണ്. നോക്കാം. ഒന്ന്, ഫാസ്റ്റ് ആൻഡ് കൺവീനിയൻറ്റ് സർവീസസ് ടു സിറ്റിസൺസ്. അതായത് സിറ്റിസൺസിന് സർവീസസ് ഫാസ്റ്റായിട്ട് ചെയ്യാൻ കിട്ടാനായിട്ട് ഇ കൊമേഴ്സ് സഹായിക്കുന്നു. കാരണം നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഓൺലൈൻ സർവീസ് അല്ലേ. വെബ് പോർട്ടൽ വഴിയോ ആപ്പ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങും. രണ്ടാമത്തെ പോയിന്റ്, റിഡക്ഷൻ ഇൻ ഡിലേസ്, റെറ്റാപ്പിസം ആൻഡ് കറപ്ഷൻ. അതായത് നമ്മൾ ഫയലുകൾ, സാധാരണ ഗവൺമെന്റ് ഓഫീസുകളിൽ ഫയലുകളാണല്ലേ, അപ്പൊ അതിങ്ങനെ ചുവപ്പ് നാടയിൽ കുടുങ്ങാന്ന് പറയും. അതാണ് റെറ്റാപ്പിസം. അതായത് ഫയല് ഒരു സെക്ഷൻ അടുത്ത സെക്ഷനിലേക്ക് നീങ്ങിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ, നമുക്കല്ല ഗവൺമെന്റിന്. അപ്പൊ അതുകൊണ്ട് ആ ഡിലേ ഒക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് നമ്മുടെ ടെക്നോളജീനെ പോസിറ്റീവായിട്ട് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത ആളുകളിലേക്ക് നല്ല സർവീസസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇ ഗവേണൻസ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, എൻഹാൻസ്ഡ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. അതായത് നമുക്കിപ്പോൾ പോളിസി മേക്കിംഗ് ആയാലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാവുന്ന സമയത്ത്, ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആളുകളുടെ, സിറ്റിസൺസിന്റെ ഇൻവോൾവ്മെന്റ് ഉറപ്പുവരുത്താനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. കാരണം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഇന്റഗ്രേഷൻ ഓഫ് പബ്ലിക് സർവീസസ് ഓഫേർഡ് ബൈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഈ ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഇപ്പൊ നമ്മൾ ഒരു സെക്ഷനിൽ പോയി പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറയുമ്പോൾ നമുക്ക് ഡിലേ വരും. ഇത് ഫാസ്റ്റ് ആയിട്ട് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട്, ഇത് ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് പറയണത് ഗാർട്ട്നേഴ്സ് ഇവല്യൂഷൻ മോഡൽ ഓഫ് ഇ ഗവേണൻസ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കേണ്ടതാണ്. ഗാർട്ട്നേഴ്സ് ഇവല്യൂഷൻ മോഡൽ ഓഫ് ഇ കൊമേഴ്സ്. അതായത് നമ്മുടെ ഇ ഗവേണൻസ്, ഈ സർവീസസ്, ഗവൺമെന്റ് സർവീസസിനെ ഇഫക്റ്റീവ് ആയിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാർട്ട്നർ ഗ്രൂപ്പ് ഒരു കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്തു. 2000 അവർ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് 4 രീതിയിലാണ് നമുക്ക് ഇൻഫർമേഷൻസ് ഇഫക്റ്റീവ് ആയിട്ട് പബ്ലിക്കിന്റെ ഇടയിലേക്ക് സർവീസസ്, ഗവൺമെന്റ് സർവീസസ് പോകണമെങ്കിൽ ഈ 4 രീതിയിലുള്ള 4 ഫേസിലൂടെയുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഗാർട്ട്നർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഫസ്റ്റ് പറയണത് ഫസ്റ്റ് ഫേസ് ഇൻഫർമേഷൻ. അതായത് ഒന്നാമത്തെ ഫേസിൽ അവർ പറയുന്നത് ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു വേരിയസ് ആസ്പെക്ട് ഓഫ് പബ്ലിക് സർവീസസ് ഡെലിവറി ആർ മെയ്ഡ് അവൈലബിൾ ടു ദ പബ്ലിക് ത്രൂ യൂസ് ഓഫ് വെബ്സൈറ്റ്, portals, etc. made etc. to all the stakeholders, that is citizens, business and government. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻഫർമേഷൻസ് പബ്ലിക്കിന്റെ കയ്യിൽ പ്രൊവൈഡ് ചെയ്യണം. പബ്ലിഷിംഗ് ഓഫ് ഇൻഫർമേഷൻ സർവീസസ്, ആ ഇൻഫർമേഷൻസ് നമ്മൾ ആദ്യം കൊടുക്കണം. അതിപ്പോ ഗവൺമെന്റ് സിറ്റിസൺസ് ആയാലും ബിസിനസ് ആയാലും ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അത് കൊടുക്കണം. ദെൻ രണ്ടാമത്തെ ഫേസ് ആണ് ഇന്ററാക്ഷൻ. അതായത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആരുമായിട്ട്, ഗവൺമെന്റും ഈ സിറ്റിസൺസുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു 2-way പ്രോസസ്സായിട്ട് അത് പോവണം, അതാണ് പറയണത്. അത് ഈ പറയുന്ന പോലെ ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം. നെക്സ്റ്റ് അവർ പറയുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ആണ്. അതിലൊരു ഗ്രാഫിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കൊളാബറേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഷെയറിംഗ് ഓഫ് സർവീസസ് ഓർ ഇൻഫർമേഷൻ. അതായത് ട്രാൻസാക്ഷൻസ് നടക്കണം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളിപ്പോ എന്താ പറയാ, any transaction constituting public service delivery where money is involved become a complex process. In the third phase of transaction, the financial part could also be undertaken online without the need of physical visit to the respective government agency. അതായത് നമ്മളിപ്പോ ഓൺലൈൻ സർവീസസ് അവർ ഇൻഫർമേഷൻസ് പാസ് ചെയ്താൽ മാത്രം പോരാ, അത് കംപ്ലീറ്റ് ചിലതിന് നമുക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓൺലൈൻ മീഡിയ വഴി തന്നെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ദെൻ ഫോർത്ത് ഫേസ് ആണ് ട്രാൻസ്ഫോർമേഷനിൽ അവർ പറയുന്നത് seamless services across department and customized information and services as per citizens requirement leading to real time integration. അതായത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് അവർ പറയണ എത്രയേ ഉള്ളൂ, all the related back end section of the entire government department are digitally interconnected so that one virtual counter is available on the website or app to the citizen and business to avail all public information. അതായത് നമുക്ക് എന്ത് ചെയ്യണം, അത് നമ്മളിപ്പോ പേയ്മെന്റ് ഒക്കെ കൊടുത്തു, അത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ആ സർവീസസിലേക്ക് എത്തണം അല്ലെ, ട്രാൻസ്ഫോം ചെയ്യണം അല്ലെ.
അപ്പൊ അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആക്കാനുള്ള പ്രോസസ്സ് ഉണ്ടാവണം. അവിടെ പറയുന്നത് നമ്മളിപ്പോ എന്തെങ്കിലും സർവീസസ് ഒക്കെ ഉണ്ട്. അപ്പൊ സർവീസസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറണം. എന്നാലാണ് നമുക്കത് പ്രോപ്പറായിട്ട് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഗാർട്ട്നേഴ്സ് ഇവല്യൂഷൻ മോഡൽ ഓഫ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. 4 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് ഇൻഫർമേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസസ് അവർ ഇൻഫർമേഷൻസ് എന്താണെന്നുള്ളത് പബ്ലിക്കിന് റിവീൽ ചെയ്യണം. then അതിനുശേഷം ഇന്ററാക്ട് ചെയ്യണം. അതായത് ആരൊക്കെയാ, ഗവൺമെന്റ് ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് ആൾക്കാർ, ഇപ്പൊ നമ്മൾ സിറ്റിസൺസ് ആണ് അല്ലെങ്കിൽ ബിസിനസ് ആണ്, എംപ്ലോയീസ് ആണ്, ആർക്കാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അത് പരസ്പരം ഇന്ററാക്ട് ചെയ്യണം. ദെൻ പിന്നെ പറയണത് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്, അത് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് തന്നെ ചെയ്യാനുള്ള നോക്കണം. ദെൻ ഫോർത്ത്, അത് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് എത്തിക്കണം. അതാണ് പറയണത്. നെക്സ്റ്റ് ടോപ്പിക് ഇ ഗവേണൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇ ഗവേണൻസിന്റെ കോൺസെപ്റ്റ് ആണ് പറയണത്. അതായത് അവരതിന്റെ ഇവല്യൂഷൻ ആണ് പറയണത്. ഇവല്യൂഷൻ നോക്കാട്ടോ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് DOE, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഇൻ 1970. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് വന്നത്, അതിന്റെ ഇവല്യൂഷൻ ആണ് പറയണത്. അപ്പൊ അതില് ഫസ്റ്റ് ഐ ടി ബേസ്ഡ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1970s. അപ്പൊ അതാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് ഫേസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NIC, നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ഇൻ 1977. പ്ലാനിംഗ് കമ്മീഷന്റെ ആ ഒരു അണ്ടറിൽ NIC 1977 സ്റ്റാർട്ട് ചെയ്തത് ഈ പറയുന്ന ഇ ഗവേണൻസിന് ഒരു വരാനുള്ളൊരു മുതൽക്കൂട്ടായി. ദെൻ തേർഡ്, യൂസ് ഓഫ് ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഇൻ ഗവൺമെന്റ് ഓഫീസസ് ഫ്രം 70s to 80. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഓഫീസസിൽ ഓൺലൈൻ രീതിയിലേക്ക് സോഫ്റ്റ്വെയർസ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് NICNET ആൻഡ് VSAT ഇൻ 87. അതായത് ഈ പറയുന്ന സാറ്റലൈറ്റിന്റെ ഒരു ഇമ്പാക്ട് ഈ വർഷങ്ങളിൽ 87 കൂടിയിട്ട് നമ്മുടെ ഈ ഗവേണൻസിന്, അതായത് നമ്മുടെ ഇൻഫർമേഷൻ മേഖലയെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് DIC NIC, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് ദ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ പ്രോഗ്രാം. ഇതും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഈ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്തു. ദെൻ പിന്നെ വരുന്നത് 1990s ശേഷം വന്ന മാറ്റാണ്. അതായത് മറ്റുള്ള മേഖലകളിലേക്ക്, ഓരോ മേഖലകളിലേക്കും ഇൻഫർമേഷൻ ടെക്നോളജി വരാനായിട്ട് തുടങ്ങി. ദെൻ പിന്നെ 2000 ഇൻഫർമേഷൻ ആക്ട്, IT ആക്ട് വന്നു. IT ആക്ട് വന്നതും ഒരു വലിയൊരു മുതൽക്കൂട്ടായി. ദെൻ പിന്നെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ 2006 ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ദെൻ പിന്നെ ഓരോ പ്രൊജക്ടുകളായിട്ട്, അതായത് ഓരോ സെക്ടറുകളിലേക്ക്, ഈ ഗവൺമെന്റ് സർവീസസിലേക്ക്, ഓരോ മേഖലയിലേക്ക് ഈ പറയുന്ന ഇന്റർനെറ്റ് സേവനങ്ങൾ വന്നു. ദെൻ പിന്നെ അതിലൊന്നാണ് ഈ പാസ്പോർട്ട് സേവാ കേന്ദ്ര. അതായത് നമ്മൾ പണ്ട് ഓഫീസസ് പോണതിനേക്കാൾ പകരം ഓരോ ജില്ലയിലും അവരെന്ത് ചെയ്തു, പാസ്പോർട്ട് സേവാ കേന്ദ്രാസ് തുടങ്ങി. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ പിന്നെ അമെന്റ്മെന്റുകൾ വന്നു. IT പോളിസി 2008-2013 IT ആക്ട് അമെന്റ്മെന്റ്, NSDGG, നാഷണൽ IT പോളിസി, ഇംപ്ലിമെന്റേഷൻ ഓഫ് പബ്ലിക് ക്ലൗഡ് ആൻഡ് മൊബൈൽ സേവ ഫ്രെയിംവർക്ക്. അങ്ങനെ ഒരുപാട് IT മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ദെൻ 2014-15 ഇൻസെപ്ഷൻ ഓഫ് മൈ ഗവൺമെന്റ് ആൻഡ് ഇ ക്രാന്തി. എന്നിട്ടിങ്ങനെ ഓരോ ഗവൺമെന്റ് വെബ്സൈറ്റുകളും അവർ ചെയ്യുന്ന സർവീസസ് ഒക്കെയാണ് അവർ പറയുന്നത്. ഇങ്ങനെയുള്ള ചേഞ്ചസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഈ ഗവേണൻസ് പോപ്പുലർ ആവാൻ കാരണം. ദെൻ 2015 ഈ ക്രാന്തി ഓരോരോ പ്രോഗ്രാമുകളാണ് കേട്ടോ. അപ്പോൾ ഓരോ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലേക്ക്, ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് സർവീസസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നത്. പിന്നെ ഓരോ എന്താ പറയാ, ഓരോ സ്റ്റേറ്റുകളും അവരുടേതായ രീതിയിൽ കുറെ പാർട്ടിസിപ്പേഷൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിജിറ്റൽ ഇന്ത്യ. മറ്റേ ഇവല്യൂഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഡിജിറ്റൽ ഇന്ത്യ ആണ്. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം, ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം of the government
of India with a vision to transform India into a digitally empowered society and a knowledge economy. അത് നമ്മുടെ ഇന്ത്യനെ ഡിജിറ്റലായിട്ട് മാറ്റുന്ന ആ ഒരു ഡിജിറ്റലി മാറ്റുന്ന ആ കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഓൺലൈനിലേക്ക് ഒരു പരിധി വരെ നമ്മുടെ ഗവൺമെന്റിനെ മാറ്റുക, അതാണ് ഡിജിറ്റൽ സർവീസസിനെ മാറ്റുക, അതാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതില് 3 വിഷൻസ് ഏരിയാസ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് 3 പ്രോഗ്രാമുകൾ പറയുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ യൂട്ടിലിറ്റി ടു എവറി സിറ്റിസൺ. അതായത് നമുക്ക് ഇപ്പോൾ ഓൺലൈൻ സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ഇൻഫ്ര വേണം അല്ലെ, നെറ്റ് വേണം, അതുപോലെയുള്ള കാര്യങ്ങൾ വേണം. അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കോൺസെപ്റ്റില് ആദ്യത്തെ ഒരു ഫേസ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷൻ പറയുന്നത് ഗവർണൻസ് ആൻഡ് സർവീസ് ഓൺ ഡിമാൻഡ്. അതായത് നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ഓൺ ടൈമിൽ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ നമ്മുടെ മൊബൈലാണെങ്കിൽ മൊബൈൽ പ്ലാറ്റ്ഫോമിൽ അതിനുള്ള കാര്യങ്ങൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ സിറ്റിസൺസിന് എപ്പോഴാണോ ആവശ്യം ഓൺ ഡിമാൻഡ് അനുസരിച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുക. ദെൻ മൂന്നാമത്തെ പറയുന്നത് ഡിജിറ്റൽ എംപവർമെന്റ് ഓഫ് ദ സിറ്റിസൺ. അതായത് ഇവര് ആളുകൾക്ക് കൃത്യമായിട്ട് അറിയണം അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത്. ദ തേർഡ് കീ വിഷൻ ഏരിയ ഓഫ് DIP ഈസ് ബേസ്ഡ് ഓൺ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സിറ്റിസൺ സെൻട്രിസിറ്റി that insists that the needs and aspirations of the citizen should help to chalk the design of digital intervention and to successfully ensure that citizens must be educated and sensitized about digital technology. അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്യണത് സിറ്റിസൺസ് ആണല്ലേ, യൂസ് ചെയ്യണം അല്ലെ, യൂസ് ചെയ്യാൻ ആളുകൾക്ക് അറിയണം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അതിനുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ അവരുടെ വിഷനായിട്ട് പറയുന്നത്. ഈ നെക്സ്റ്റ് ടോപ്പിക് അവർ പറയുന്നത് 9 പില്ലേഴ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. 9 പില്ലേഴ്സ്. കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ബ്രോഡ്ബാൻഡ് ഹൈവേസ്, യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റി, പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം, ഇ-ഗവേണൻസ്, റിഫോമിംഗ് ഗവൺമെന്റ് ത്രൂ ടെക്നോളജി, ഇ-ക്രാന്തി, ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസസ്, ഇൻഫർമേഷൻ ഫോർ ഓൾ, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ്, IT ഫോർ ജോബ് ആൻഡ് ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം. അതാണ് 9 പില്ലേഴ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. 9 പില്ലേഴ്സ് ആയിട്ട് പറയുന്നത് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇന്ത്യനെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 പില്ലേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് പറയണത് ഈ ഇനിഷ്യേറ്റീവ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ, അതായത് ഏതൊക്കെ മേഖലയിലാണ് ഇതുകൾ വന്നതെന്നാണ് നെക്സ്റ്റ് അതിൽ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഈ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്, ഈ NAM, അതായത് ഓരോ സെക്ടറിലും ഇപ്പൊ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, സർവീസസ്, അങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ഈ പറയുന്ന ഇന്റർനെറ്റ് സർവീസസ്, ഓൺലൈൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് എങ്കിൽ എല്ലാ മേഖലയും ഡെവലപ്പ് ആയാലാണ് നമുക്ക് ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റും ഈ ഗവർണൻസ് ഉള്ള കോൺസെപ്റ്റ് ഒക്കെ 100% ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതില് ഒന്നാമത്തെ അവർ പറയുന്നത് ഈ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്, ഈ NAM, അതായത് അതൊരു ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടലാണ്. നമുക്ക് ഈ പറയുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി, നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകൾ കാർഷിക വൃത്തിയാണ് അല്ലെ പല സ്റ്റേറ്റിലും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിന്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അതായത് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് പാസ് ചെയ്ത് കൊടുക്കുക, അവരുടെ പ്രൊഡക്റ്റിന് കൃത്യമായിട്ട് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ളതാണ് ഈ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഈ NAM പറയുന്നത്. രണ്ടാമത്തെ അവർ പറയുന്നത് ഫെർട്ടിലൈസർ മോണിറ്ററിംഗ് സിസ്റ്റം, FMS. അതായത് അവിടെ നമ്മൾ പറയണത് ഫെർട്ടിലൈസേഴ്സ് കൃത്യമായിട്ട് കറക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുക, അതായത് കറക്റ്റ് സമയത്ത് എത്തിക്കുക, അതിന്റെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ സോയിൽ ഹെൽത്ത് കാർഡ്, അതായത് നമ്മളിപ്പോൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണിന്റെ അത് അറിയണം അല്ലെ, അപ്പൊ അതിനുള്ള ഹെൽത്ത് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് GEM, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ്, അതായത് നമ്മളിപ്പോ മിനിസ്ട്രി ഓഫ് ഇ-കൊമേഴ്സിന്റെ ഇതില് എന്ത് ചെയ്യുക, അതിനൊരു മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡിജി ലോക്കർ നിങ്ങൾക്ക് അറിയാം, അതായത് നിങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ BCom അതെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡിജി ലോക്കർ നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതായത് സർവീസസ് നമ്മുടെ ഡോക്യുമെന്റുകൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഈ പറയുന്ന പേപ്പർലെസ് കൊണ്ടു നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി സെക്യൂർ ആക്കുന്ന അവധാനമാണ് നമ്മുടെ ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ദെൻ PMG ദിശ, പ്രധാനമന്ത്രി ദിശ നോക്കാം.
It's a dynamic and integrated platform of digital literacy, awareness, education, and capacity program that will help a rural community fully participate in the global digital economy. അതായത് റൂറലിനെ എല്ലാവരും ഉണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമാണല്ലേ സക്സസ് ആവുള്ളൂ. റൂറൽ പീപ്പിളിന് അതിനുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദിശ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ ഈ ഗ്രന്ഥാലയ, ഗ്രന്ഥം എന്ന് വെച്ചാൽ എന്താ, പുസ്തകം അല്ലെ. അതായത് നമ്മളിപ്പോ ബുക്കുകൾ, എന്താ പറയാ, ലൈബ്രറി, അതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഗ്രന്ഥാലയ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്താ പറയാ, ബുക്കുകൾ നമുക്ക് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ബുക്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതാണ് അത് പറയണത്. ദെൻ നെക്സ്റ്റ് പറയണത് TDIL. ടെക്നോളജി ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്. എന്തിനാന്ന് വെച്ചാൽ എയിം ഓഫ് ഡെവലപ്പിംഗ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ടൂൾ ആൻഡ് ടെക്നോളജി ടു ഫെസിലിറ്റേറ്റ് ഹ്യൂമൻ മെഷീൻ ഇന്ററാക്ഷൻ വിത്തൗട്ട് ലാംഗ്വേജ് ബാരിയർ. അതായത് നമുക്ക് പല ലാംഗ്വേജുകളാണല്ലോ. ഇപ്പൊ നമുക്ക് അതിലവർ പറയുന്നത് 22 ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസിന് സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് ആർക്കും നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളതാണ് TDIL പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് NKN, നാഷണൽ നോളേജ് നെറ്റ്വർക്ക്, is a multi-gigabit national research and education network whose purpose is to provide a unified high-speed network backbone for educational institution in India. The network is managed by National Informatics Center. അതായത് നെറ്റ്വർക്ക് സ്പീഡിൽ പ്രൊവൈഡ് ചെയ്യുക, അതാണ് NKNന്റെ മെയിൻ എയിം പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിയത് ഡിജിറ്റൽ ഇന്ത്യ ഏതൊക്കെ മേഖലയിലാണ് ഇനീഷ്യേറ്റീവായിട്ട് ഇഫക്റ്റീവായിട്ട് പോകുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ഗവേണൻസ് ഇനീഷ്യേറ്റീവിന്. ഓരോ സ്റ്റേറ്റിന്റെ വഴി എന്താന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കേരളയിലുള്ള അക്ഷയ. നമുക്കറിയാലോ, നമ്മൾ ഒരു വട്ടമെങ്കിലും അക്ഷയ സെന്ററിൽ പോയിട്ടുണ്ടാവും അല്ലെ. ഗവൺമെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ. അപ്പൊ അത് നമുക്ക് ഇപ്പോൾ ഓരോ ഇത്ര ചുറ്റളവില് അക്ഷയ കേന്ദ്രങ്ങൾ വേണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ സർവീസസ് നമുക്ക് എന്ത് സർവീസസ് ആയാലും നമുക്ക് അക്ഷയ വഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഗവേണൻസ് പ്രോഗ്രാം ആണ് അക്ഷയ എന്ന് പറയുന്നത്. ഇനി ആന്ധ്രാപ്രദേശിന്റെ ഒരു പ്രോഗ്രാമാണ് റിയൽ ടൈം പെർഫോമൻസ് മോണിറ്ററിംഗ് ഇൻ ആന്ധ്രാപ്രദേശ്. 2017 സ്റ്റാർട്ട് ചെയ്തത് ത്രൂ CM ഓഫീസ് റിയൽ ടൈം എക്സിക്യൂട്ടീവ് ഡാഷ്ബോർഡ്. Core is an integrated dashboard to display category-wise key performance indicators. It's a various department or scheme in real time of various department, scheme or program which are expected to be updated by each department every 1 hour. അപ്പൊ അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് ആന്ധ്രാപ്രദേശിന്റെ പ്രോഗ്രാം. നമ്മളിപ്പോ നോക്കിയത് ഗവേണൻസ് എന്ന ടോപ്പിക്കാണ്. ഇപ്പൊ ഗവേണൻസ് എന്ന് വെച്ചാല് നമുക്ക് സർവീസസ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പറയുന്നത്. പിന്നെ നമ്മൾ ഗവൺമെന്റും ഗവേണൻസിന്റെ ഒക്കെ വ്യത്യാസമൊക്കെ നമ്മൾ നോക്കി. ദെൻ പിന്നെ അതിന്റെ ഇവല്യൂഷൻ നോക്കി, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു ഇവല്യൂഷൻ. ദെൻ പിന്നെ സർവീസസ് നമ്മൾ നോക്കി, ഡിജിറ്റൽ ഇന്ത്യ നമ്മൾ നോക്കി. അതാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ഈ ബ്ലോക്ക് 2 ആണ് പേയ്മെന്റ് സിസ്റ്റം.